സർക്കാർ ഗവർണർ ഭിന്നതയ്ക്ക് തുടക്കമിട്ട് രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷ പരിപാടി കാവിക്കൊടി ഏന്തി നിൽക്കുന്ന ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിയിക്കണമെന്നാവശ്യപ്പെട്ട് പുതുക്കി നൽകിയ രാജ്ഭവന്റെ നിർദ്ദേശം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഇന്ന് രാവിലെ തള്ളി. രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ച് പ്രത്യേകം പരിപാടി നടത്തി സംസ്ഥാന സർക്കാർ. ഭാരതാംബയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ തന്നെ പരിപാടി നടത്തി ഗവർണർ മന്ത്രിമാരെ വിമർശിക്കുകയും ചെയ്തു. കൃഷിവകുപ്പ് രാജ്ഭവനിൽ പരിസ്ഥിതി ദിനാഘോഷ പരിപാടി നടത്താൻ തീരുമാനിക്കുന്നു. കാര്യപരിപാടികൾ സംബന്ധിച്ച് രാജ്ഭവൻ ഇറക്കിയ ആദ്യ നോട്ടീസ് മാറ്റി രണ്ടാമതൊരു നോട്ടീസ് നൽകുന്നു. ഈ നോട്ടീസിൽ വേദിയിലെ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിയിക്കണമെന്നത് ചടങ്ങിൽ ഉൾപ്പെടുത്തി. രാജ്ഭവന്റെ ഈ നിർദ്ദേശം സർക്കാർ പരിപാടിയിൽ ഉൾപ്പെടുത്താനാകില്ലെന്ന നിലപാട് കൃഷിമന്ത്രി അറിയിച്ചെങ്കിലും രാജ്ഭവൻ പിന്മാറിയില്ല. ഇതോടെയാണ് അവസാന നിമിഷം പരിപാടി ബഹിഷ്കരിക്കാൻ കൃഷിമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും തീരുമാനിച്ചത്. ഗവൺമെന്റിന്റെ പരിപാടിക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മാറ്റമാണ് അവിടെ ഉണ്ടായത്. നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാരത് മാതാവിൻ്റെ ഒരു ചിത്രം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എതിർപ്പില്ല. എന്നാൽ ഇവിടെ ഉപയോഗിച്ചത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂപടം പോലും അല്ലാതെ അതല്ലാതെ മറ്റൊരു പടമെല്ലാം വെച്ചിട്ട് ആ തരത്തിൽ അവതരിപ്പിക്കുന്നതിനെ ഒരു കാരണവശാലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുകയും. രാജ്ഭവനിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ തന്നെ ഗവർണർ പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. പിന്നാലെ നടന്ന സ്വകാര്യ പരിപാടിയിൽ ഗവർണർ മന്ത്രിമാർക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഭാരതമാതാവിന്റെ ചിത്രം മാറ്റാൻ കഴിയില്ലെന്ന് ഗവർണർ. We cannot keep away. All these are the idols for which we are living. We cannot do away with this. I do not know what sort of thinking we have in our minds. മുഖ്യമന്ത്രി ഇടപെട്ട് സർക്കാരിന്റെ പരിസ്ഥിതി ദിനാചരണം ദർബാർ ഹാളിലേക്ക് മാറ്റി. 24 തിരുവനന്തപുരം.